അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും പ്രിയപ്പെട്ട മകളായ സൈനബ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റിയാണ് കേട്ടോ. നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള നമ്മുടെ മുസ്ലിം ചരിത്രത്തിൽ തന്നെ ഇത്രയും കൊടും ക്രൂരമായ ഒരു യുദ്ധവും ഒരു ക്രൂരതയും നമ്മൾ കണ്ടിട്ടില്ല. അത്തരത്തിലുള്ള ഒരു യുദ്ധമായിരുന്നു കർബല യുദ്ധം. റസൂൽ കുടുംബത്തിലെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊടും ക്രൂരമായി വധിക്കപ്പെട്ട യുദ്ധമായിരുന്നു. ആ യുദ്ധത്തില് ഹുസൈൻ റളിയല്ലാഹുവിന്റെ സഹോദരിയായ സൈനബ ബീവിയും പങ്കെടുത്തിരുന്നു കേട്ടോ. ആ യുദ്ധത്തിൽ തന്നെയാണ് ഹുസൈൻ റളിയല്ലാഹുവിന്റെ തലയറുത്ത് ഇബ്നു സിയാദ് എന്ന മഹാദുഷ്ടൻ, ലോകം കണ്ട മഹാദുഷ്ടന്റെ ആജ്ഞപ്രകാരമാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. കൂഫക്കാരുടെ പ്രത്യേക ക്ഷണപ്രകാരമായിരുന്നു കേട്ടോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും കുടുംബവും കൂടെ സൈനബ ബീവിയൊക്കെ ആ യുദ്ധത്തിൽ പോകാൻ കാരണം. വീടിന്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരുന്ന റസൂൽ കുടുംബത്തിലെ സ്ത്രീകളെ അരങ്ങത്തേക്ക് ഇറക്കാൻ കാരണമായത് ഈ കൂഫക്കാരുടെ ക്ഷണമായിരുന്നു കേട്ടോ. ബീവി അപ്പൊ തന്നെ സങ്കടപ്പെട്ട് അള്ളാഹിനോട് ദുആ ചെയ്ത് ഇവരോടെതിരെ പറയുന്നുണ്ട് കേട്ടോ, കൂഫക്കാരെ, ഞങ്ങൾ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന റസൂൽ കുടുംബത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന മറയോടുകൂടി ജീവിച്ചിരുന്ന ഞങ്ങളെ ഈ യുദ്ധത്തിന്റെ പേരിൽ പുറത്തിറക്കാൻ കാരണം നിങ്ങളാണ്. ആ നിങ്ങൾ തന്നെ ഞങ്ങളെ, എന്റെ സഹോദരനെ വധിക്കാൻ കാരണമായി തീർന്നിരിക്കുന്നു. നിങ്ങളുടെ കണ്ണീര് ഒരിക്കലും തോരാതിരിക്കട്ടെ, നിങ്ങൾ അത്രയും വലിയ ഭീരുക്കളാണെന്നൊക്കെ ബേബി ദുആ ചെയ്യുന്നുണ്ട്, അവരോട് പറയുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് ഇബ്നു സിയാദ് എന്ന ദുഷ്ടൻ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ സ്ത്രീ എന്ന്. അപ്പൊ പറയുന്നുണ്ട്, ശൂര പരാക്രമിയായ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകളാണെന്ന് പറയുമ്പോൾ ആ ദുഷ്ടൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളെ വീരശൂര പരാക്രമികളായ ആണുങ്ങളെയൊക്കെ ഞങ്ങൾ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ കൊന്നൊടുക്കിയില്ലേ, അള്ളാഹു നിനക്ക് സ്തുതി എന്ന് പറയുമ്പോൾ ബീവി സധൈര്യം എണീറ്റ് നിന്ന് കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ, റസൂലിനെ വിട്ട് ഞങ്ങളെ പരിശുദ്ധരാക്കി, ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം മൊത്തം പരിശുദ്ധനാക്കി അള്ളാഹു നിനക്കാണ് സ്തുതി എന്ന് ബീവി എണീറ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകനെ വധിക്കാൻ പോകുമ്പോ പറയുന്നുണ്ട്, എന്റെ മകനെ തുറണമെങ്കിൽ എന്നെ ആദ്യം വധിക്കണമെന്ന് ബീവി ധൈര്യത്തോടുകൂടി എണീറ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ ശേഷം ഇതിന്റെ തലപ്പത്തിരിക്കുന്ന യസീദ് എന്നവര് ബീവിയെ പ്രത്യേകം എടുത്ത് മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ അറിവോടുകൂടി എല്ലാ സിയാദ് എന്ന ദുഷ്ടൻ ഈ പ്രവൃത്തി ചെയ്തതെന്നും മറ്റുമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ പിന്നീട് ഒരുപാട് കഥയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സൈനബ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ യുദ്ധത്തിലും ജീവിതത്തിലുമുള്ള പ്രാധാന്യം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.